എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 41ഉം 42ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് സമുദ്രത്തിൻ്റെ തീരത്തേക്ക് പോയി സമുദ്രത്തിനോട് തൻ്റെ ആചാര്യൻ്റെ പുത്രനെ ചോദിക്കാനാണ് പുറപ്പെടുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ കാഴ്ചയാണ്, ഇവർ കാണുന്ന കാഴ്ചയൊക്കെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലും അതൊക്കെ തന്നെയാണ്. നമുക്ക് ആദ്യം 41ാമത്തെ ശ്ലോകം നോക്കാം. ആലോക്യതാമംബുനിധിസ്ത്വയാസൗ സമീരണവ്യാകുലവാരിപൂര ആശങ്ക്യ ഭൂയോ മഥനോദ്യതം ത്വാം ത്രാസപ്രകർഷാദിവവേപമാന. ആദ്യം പദച്ഛേദം നോക്കാം. ആലോക്യതാം അംബുനിധി ത്വയാ അസൗ സമീരണവ്യാകുലവാരിപൂര ആശങ്ക്യ ഭൂയ മഥനോദ്യതം ത്വാം ത്രാസപ്രകർഷാദ് ഇവ വേപമാന. ഇവിടെ ബലരാമൻ ശ്രീകൃഷ്ണന് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് വർണ്ണിക്കുന്നത്. അന്വയം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ത്വയാ അസൗ, നിന്നാൽ, അതായത് ബലരാമൻ പറയാണ്, കൃഷ്ണ നിന്നാൽ കാണപ്പെടുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നീ കാണണില്ലേ നോക്കൂ എന്ന്. അസൗ, ഈ കാണുന്നതായ, തൊട്ടു മുമ്പിൽ കാണുന്നതായ സമുദ്രം, സമീരണ വ്യാകുലവാരിപൂര അംബുനിധി. സമീരണൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് വ്യാകുലമായ, ഇളകിമറിയുന്നതായ, വാരിപൂരം തരംഗങ്ങളോടുകൂടിയ, അതായത് കാറ്റ് വീശുമ്പോൾ സമുദ്രത്തിലെ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങിത്താന്ന് അങ്ങനെയൊക്കെ അങ്ങനെ അടിച്ച് വരുന്നുണ്ട്. സമുദ്രത്തിൻ്റെ ഒരു ശക്തി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതായ ഈ അംബുനിധി ഉണ്ടല്ലോ, അത് കണ്ടാൽ എന്ത് വേണം പറയാൻ, എങ്ങനെയാണെന്നാണ് ബലരാമന് തോന്നുന്നത് എന്നാണെങ്കിൽ, ഭൂയ വീണ്ടും, മഥനോദ്യതം ത്വാം ആശങ്ക്യ, ത്വാം ആശങ്ക്യ നിന്നെ കണ്ടപ്പോൾ ആശങ്കപ്പെട്ടു. സമുദ്രത്തിന് ലേശം പേടിയായോ എന്നൊരു സംശയം. എന്താ പേടിയായത്? മഥനോദ്യതം, ഈ സമുദ്രത്തിനെ ഒന്നുകൂടി മഥനം ചെയ്യാൻ വന്നിരിക്കുകയാണോ അങ്ങ് എന്ന് വിചാരിച്ചിട്ടാണോ തോന്നും. ഇങ്ങനെ കലങ്ങി മറിയുന്നുണ്ട്, അടിച്ചു മറിയുന്നുണ്ട്. തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. കാറ്റുകൊണ്ടാണ് തിരമാലകളൊക്കെ വരണതെങ്കിലും കണ്ടാൽ പേടിച്ച് വിറക്കുകയാണ് സമുദ്രം എന്നാണ് തോന്നുക. എന്തുകൊണ്ടാണ് മഥനം നടത്തിയത്? ആരായിരുന്നു? ദേവന്മാരും അസുരന്മാരും കൂടി നിന്നുകൊണ്ടാണ് മഥനം നടത്തിയത്. പാലാഴി മഥനം നടത്തിയിട്ട് അതിൽ കമലാ ദേവി, ലക്ഷ്മി ദേവി വന്നു. ഭഗവാൻ ലക്ഷ്മി ദേവിയെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് പലതും ഉണ്ടായി സമുദ്രത്തിൽ നിന്ന്. അതിന് ശേഷമാണ് ദേവന്മാർക്ക് ആവശ്യമുള്ളതായ അമൃത് വന്നത് എന്നുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമുദ്രത്തിനെ ഒരു കാലത്ത് മഥനം ചെയ്യാൻ ദേവന്മാർക്കൊപ്പം നിന്നത് അങ്ങാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങയെ കണ്ടപ്പോഴേക്കും പേടിച്ചതാവാം എന്നാണ് പറയണത്. അതാണ് മഥനോദ്യതം. മഥിക്കാൻ പുറപ്പെട്ടു വന്നതാണോ, എന്നെ ഈ കടയാൻ വേണ്ടിയിട്ട്, എൻ്റെ സ്വഭാവം മൊത്തം അന്ന് മാറിപ്പോയി, അതുപോലെ കടയാൻ വേണ്ടി വന്നതാണോ എന്ന് സമുദ്രം വിചാരിച്ചിട്ട് പേടിച്ച് പറക്കണതാണ് എന്ന് തോന്നുകയാണ് എന്ന് ഉത്പ്രേക്ഷാലങ്കാരം വെച്ചിട്ട് കവി വർണ്ണിക്കുകയാണ് ബലരാമൻ്റെ വാക്കുകളായിട്ട്. മഥനോദ്യതം ത്വാം ആശങ്ക്യ, നിന്നെ കണ്ടപ്പോൾ മഥനത്തിന് വന്നതാണോ എന്ന് പേടിച്ചു വിറച്ചിട്ട്, ത്രാസപ്രകർഷാത്, ത്രാസപ്രകർഷം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു വന്ന പേടി കാരണം, വേപമാന ആലോക്യതാം, വിറയ്ക്കുന്നുണ്ട് നോക്കൂ. അപ്പോൾ ത്വയാ ആലോക്യതാം, നിന്നാൽ കാണപ്പെട്ടാലും, അതായത് നീ നോക്ക്, ഈ കടൽ നിന്നെ കണ്ടിട്ട് പേടിച്ച് വിറച്ചതുപോലെ തോന്നുന്നുണ്ട്. എന്നെ വീണ്ടും കടഞ്ഞാലോ എന്നുള്ള പേടി സമുദ്രം പ്രകടിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അതിൽ നിന്നും ഉയർന്നു പൊന്തി വരുന്ന തിരമാലകളും അതുപോലെ നുരയും പതയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നണത് എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുന്നത്. ശ്രീകൃഷ്ണനെയാണ് പണ്ട് മഹാവിഷ്ണുവായിട്ട് ചെയ്തത് വർണ്ണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് പറയുക ചെയ്യണത്. ഇനി മറ്റൊരു സന്ദർഭത്തിലും സമുദ്രത്തിനെതിരായിട്ട് ശ്രീകൃഷ്ണൻ ഒരു പ്രവൃത്തി ചെയ്തുല്ലോ. ശ്രീരാമനായിട്ട് വന്നപ്പോൾ സീതയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാവണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സമുദ്രത്തിനെ ചിറവച്ച് കെട്ടിയിട്ട് അപ്പുറത്തേക്ക് ലങ്കയിലേക്ക് കടക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പോഴും ശ്രീരാമനായിട്ടും സമുദ്രത്തിന് ചെറിയൊരു
തടസ്സമുണ്ടാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിങ്ങനെ ഓരോ അവതാരങ്ങളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുമോ എന്നുള്ളൊരു പേടി കൂർമാവതാരത്തിലും മത്സ്യാവതാരത്തിലും ഒക്കെ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വരാഹാവതാരത്തിൽ സമുദ്രത്തിൻ്റെ അടിയിൽ പോയ ഭൂമിയെ പൊക്കിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ പല അവതാരങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ സമുദ്രവുമായിട്ട് ഭഗവാന് ബന്ധങ്ങൾ കാണാൻ പറ്റും. ഇനി ഈ ഒരു അവതാരത്തിലും സമുദ്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ വരികയാണോ എന്ന് പേടിച്ചിട്ട് സമുദ്രം വിറയ്ക്കണത് പോലെയുണ്ട് എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനോട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്. നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. 42-ാമത്തെ ശ്ലോകം നോക്കൂ. മഹോദധേരസ്യ മഹാവകാശാനാവർത്തകർത്താനവലോകയേഥ പുരോത്ഥിതാനാമരദ്രുമാണാം അപൂരിതാനീവ പദാനി ശൗരേ. നമുക്ക് പദച്ഛേദം പറയാം ഈ ശ്ലോകത്തിൻ്റെ. മഹോദധേഹ അസ്യ മഹാവകാശാൻ ആവർത്തകർത്താൻ അവലോകയേഥ പുരോത്ഥിതാനാം അമരദ്രുമാണാം അപൂരിതാനി ഇവ പദാനി ശൗരേ. സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് ജലം തന്നെ, വെള്ളം തന്നെ പല രൂപത്തിലുമാണ് കാണുന്നത്. അവിടെ ചുഴികളുണ്ടാവും, തിരമാലകളുണ്ടാവും, നുരയുണ്ടാവും, പതയുണ്ടാവും, ഒഴുക്കുണ്ടാവും. ഇതൊക്കെ വെള്ളത്തിൻ്റെ പല പല രൂപങ്ങളാണ്. അതൊക്കെ കാണുമ്പോൾ എന്താണ്, ഇവിടെ ചുഴികളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. ഹേ ശൗരേ, ശൗരികുലത്തിൽ പിറന്ന കൃഷ്ണ, അസ്യ മഹോദധേഹ, ഈ മഹാസമുദ്രത്തിൻ്റെ ആവർത്തകർത്താൻ മഹാവകാശാൻ, ആവർത്തഗർത്തങ്ങൾ. ആവർത്തം എന്ന് പറഞ്ഞാൽ ചുഴിയാണ്. ചുഴി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ വട്ടത്തിൽ വെള്ളം കറങ്ങി അതിൻ്റെ നടുഭാഗം അങ്ങോട്ട് കുഴിഞ്ഞു പോകും. അതിൽ നമ്മളൊക്കെ പെടുകയാണെന്ന് വെച്ചാൽ വട്ടം കറക്കി അതിൽ മരിച്ചു പോകുമെന്നും കൂടി പറയും. ചുഴിയിൽ പെടുക എന്ന് പറയണത് ഒരു കഷ്ടകാലത്തിൻ്റെ സ്വഭാവമായിട്ട് പറയാറുണ്ട്. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ ചുഴിയിൽ പെട്ടു എന്നൊക്കെ ഒരു ഉപമ, അല്ലെങ്കിൽ അതിനെ ഒരു സമുദ്രത്തിൻ്റെ ചുഴികളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുക ചെയ്യുക. ആ ചുഴികളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതം ബാക്കി കാണില്ല. അതാണ് സമുദ്രത്തിലെ ചുഴികളുടെ പ്രത്യേകത. ചുഴിക്ക് നല്ല ആഴം കാണും. അത് താഴെ വരെ എത്തുന്ന ചുഴികളൊന്നും ഉണ്ടാവില്ല എങ്കിലും ഇങ്ങനെ അതൊരു പ്രത്യേക തരത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി പ്രവാഹം ഇങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോവാതെ ഇങ്ങനെ കറങ്ങുമായിരിക്കും. അപ്പോൾ അതൊരു ത്രികോണത്തിൻ്റെ ഒരു രൂപത്തിലാണ്. താഴത്തേക്ക് ഒരു പോയിന്റിൽ വന്ന് അവസാനിക്കും. മുകളിലൊരു തുറന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അവിടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, വെള്ളത്തിൻ്റെ മേൽത്തട്ടിൽ ഏറ്റവും തുറന്ന ഭാഗം അതിങ്ങനെ താഴേക്ക് ചുരുങ്ങി ഒരു ബിന്ദുവിൽ, ഒരു പോയിന്റിൽ വന്ന് അവസാനിക്കുകയും ചെയ്യും. അതിലാണ് കിടന്ന് വെള്ളം ഇങ്ങനെ വട്ടം കറങ്ങുക. അതെന്താ അങ്ങനെയൊക്കെ വരണതെന്ന് അറിയില്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണ് ഇങ്ങനത്തെ ചുഴികളൊക്കെ ഉണ്ടാവണതെന്ന് തോന്നുന്നു. പുതിയ കാലത്തിലെ ശാസ്ത്രം അങ്ങനെയൊക്കെയാണ് പറയണത്. എന്തായാലും ഭൂമിയുടെ ചില കാന്തിക ബലങ്ങളെ കൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ ഉണ്ടാവണത്. അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ ചുഴി ഭാഗങ്ങളെ കാണുമ്പോൾ, വെള്ളത്തിലെ ചുഴികൾ കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് പറയാണ്. ആവർത്തങ്ങളുടെ ഗർത്തങ്ങൾ, ചുഴിയാകുന്ന കുഴികൾ, ചുഴിയുടെ കുഴികൾ കാണുമ്പോൾ അതിൻ്റെ മഹാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വിസ്താരമായിട്ടുള്ള ഭാഗം. വലിയ ചുഴികളാവുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ പൊത്ത് പോലെ, ഒരു വലിയ ഗുഹ പോലെയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ മഹാവകാശങ്ങൾ, വലിയ ദ്വാരങ്ങൾ പോലെ ഇരിക്കുന്നതായ ഈ ചുഴികൾ കാണുമ്പോൾ അതിനെയും വേറൊരു തരത്തിൽ ബലരാമൻ വർണ്ണിക്കുകയാണ്. പുരോത്ഥിതാനാം അമരദ്രുമാണാം അപൂരിതാനി പദാനി ഇവ അവലോകയേഥ. എന്താണ് ഈ പുരോത്ഥിതാനാം എന്ന് പറഞ്ഞാൽ? പുര എന്ന് പറഞ്ഞാൽ പണ്ട് ഉത്ഥിതങ്ങളായി പോയ, അതായത് ഉയർന്ന് പൊങ്ങിപ്പോയതായ, പിഴുതെടുത്ത് കൊണ്ടുപോയതായ എന്നും അർത്ഥം പറയാം. പുരോത്ഥിതാനാം അമരദ്രുമാണാം, സ്വർഗത്തിലെ നന്ദനവനത്തിലെ മരങ്ങൾ. അവിടെ മന്ദാരുണ്ട്, കൽപ്പവൃക്ഷമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ അവിടെ ഉള്ളതായിട്ട് നന്ദനോദ്യാനത്തിൽ, ദേവതകളുടെ ഉദ്യാനമായിട്ടുള്ള നന്ദനോദ്യാനത്തിൽ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായത് ഈ സമുദ്രം കടഞ്ഞപ്പോഴാണ് എന്ന് കഥകളിൽ പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രം കടഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ഗുണങ്ങളുള്ള
എല്ലാവർക്കും എന്തും കൊടുക്കാൻ അത്രയ്ക്ക് ശക്തിയുള്ളതായ മന്ദാരം, കൽപ്പവൃക്ഷം പോലെയുള്ളതായ ചെടികൾ, മരങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ സാധാരണ മണ്ണിൽ നിന്നൊരു വലിയ മരം പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ദ്വാരം ഉണ്ടാവും. ആ മരം പോയതിൻ്റെ ഒരു പാട അവശേഷിപ്പിക്കും. അത് വളരെ കാലം കൊണ്ട് നികന്നു പോകുള്ളൂ. മണ്ണ് ഉണ്ടായി വന്നിട്ട് നികക്കാൻ കുറേ കാലം പിടിക്കും. അതുപോലെയാണ് ഇവിടെ പറയണത്. ഈ ചുഴികൾ കാണുമ്പോൾ സമുദ്രത്തിൽ നിന്നും പറിച്ചെടുത്തിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി നട്ട മരങ്ങളുടെ ആ പഴയ കുറ്റിയും വേരൊക്കെ ഉണ്ടായിരുന്ന ഭാഗം, തൂരാത്ത ഭാഗം അല്ലെങ്കിൽ നികക്കാത്ത ഭാഗം പോലെ ഉണ്ട് എന്നാണ് പറയണത്. അതാണ് പുരോത്ഥിതാനാം അമരദ്രുമാണാം. പണ്ട് സമുദ്രത്തിൽ നിന്നും ഉയർന്ന സ്വർഗത്തിലേക്ക് പോയതായ, ഇപ്പോൾ സ്വർഗവൃക്ഷങ്ങളായിട്ട് അറിയപ്പെടുന്നതായ ഈ പറഞ്ഞ മന്ദാരം പോലെയുള്ള വൃക്ഷങ്ങളുടെ അപൂരിതാനി, നികക്കാത്തതായ, തൂർന്നു പോകാത്തതായ, പദാനി, അടിഭാഗം എന്നതുപോലെ അവലോകയേഥ, കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ അതിനെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ബലരാമൻ പറയാണ്, ഈ പറഞ്ഞ ചുഴി കാണുമ്പോൾ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയ മരത്തിൻ്റെ അടിഭാഗം പോലെ, മണ്ണ് കൊണ്ട് നികന്നു പോവാത്ത ഒരു കുഴി പോലെയായിട്ടാണ് തോന്നണത് എന്ന് മറ്റൊരു ഉത്പ്രേക്ഷാലങ്കാരം കൊണ്ട് കവി ഈ ചുഴിയെ വർണ്ണിക്കുക ചെയ്യണത്. അങ്ങനെ ഇനിയുണ്ട് 1-2 ശ്ലോകങ്ങൾ സമുദ്രത്തിനെ പറ്റിയിട്ട്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആലോക്യതാമംബുനിധിസ്ത്വയാസൗ സമീരണവ്യാകുലവാരിപൂര ആശങ്ക്യ ഭൂയോ മഥനോദ്യതം ത്വാം ത്രാസപ്രകർഷാദിവ വേപമാന മഹോദധേരസ്യ മഹാവകാശാൻ ആവർത്തകർത്താനവലോകയേഥാ പുരോത്ഥിതാനാമരദ്രുമാണാം അപൂരിതാനീവ പദാനി ശൗരേ. ഈ ചുഴി കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് തോന്നണത്. മരങ്ങൾ പോയത് കൊണ്ട് ഇവിടെ ഒരു കുഴി വന്നേക്കുകയാണ്. മണ്ണിലുണ്ടാവണ കുഴി പോലെ തന്നെ വെള്ളത്തിലും കുഴി ഉണ്ടാവണ പോലെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. കവികൾക്ക് എന്തും പറ്റൂലോ, അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.